72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ശിരൂരിലെ ഗംഗാവലിയിലെ അടിത്തട്ടിൽ നിന്നും പുറത്തെടുത്ത ലോറിക്കകത്ത് നിന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അർജുൻ്റെ കണ്ണാടിക്കലെ വീട്ടിലേക്ക് അയൽവാസികളും നാട്ടുകാരുമൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ വീട്ടിൽ ഇപ്പോഴുള്ളത് അർജുൻ്റെ മാതാപിതാക്കളും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ, 2.5 വയസ്സുള്ള മകൻ അയൻ, പിന്നെ അർജുൻ്റെ സഹോദരിമാരായ അഞ്ജു, അഭിരാമി, ഇവരൊക്കെയാണ് ഈ വീട്ടിനകത്തുള്ളത്. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസത്തെ കാത്തിരിപ്പുകളൊക്കെ തന്നെ അർജുനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്കോ സഹോദരിമാർക്കോ ഒന്നും തന്നെ മാധ്യമങ്ങളെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അവരെ സംബന്ധിച്ച് അവർ ഈ ദിവസങ്ങളിലൊക്കെ അവർ നീറി നിന്നിരുന്ന അവരുടെ മനോദുഃഖം, മനോവേദന, അതിൻ്റെ ഏറ്റവും പരകോടിയിലെത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് നമ്മളെ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയുന്ന ഒരവസ്ഥയിലല്ല. അർജുൻ്റെ അച്ഛൻ നേരത്തെ തന്നെ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോഴവിടെ ഒരു കിടപ്പിലാണ് എന്ന് നമുക്ക് പറയാം. അർജുൻ്റെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉണ്ട്. അർജുൻ്റെ അമ്മ മുറിക്കകത്തുണ്ട്, ഭാര്യ കൃഷ്ണപ്രിയയും മകൻ അയാനുമൊക്കെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ക്യാമറയൊന്നും ഇല്ലാതെ അകത്ത് പോയി അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം DNA പരിശോധന ഉണ്ടാകും. ഒരുപക്ഷെ ആ DNA പരിശോധനകൾ കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം അതൊരു നിയമ നടപടിയുടെ കൂടി ഭാഗമായി അതിനകത്ത് ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും DNA പരിശോധനയ്ക്കുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ ഇവിടുത്തെ എന്നുള്ളൊരു കോൺടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് MK രാഘവൻ MP ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ MK രാഘവൻ MP ഇപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കൊപ്പമാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരം DNA പരിശോധന മിക്കവാറും ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ കാര്യത്തിൽ കൃത്യമായ, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ നടപടികൾ ഒരുപക്ഷെ ലഘൂകരിക്കാൻ കഴിഞ്ഞേക്കും. നേരത്തെ ഒരു അസ്ഥി കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇവിടെ നിന്നും ചില സാമ്പിളുകൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു DNA പരിശോധന എന്നത് കുറച്ചുകൂടി വേഗത്തിൽ, ഒരു ക്രോസ് മാച്ചിങ് മാത്രം മതിയാകും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്, അയൽവാസികളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ പരിസരം അക്ഷരാർത്ഥത്തിൽ ശോകമൂകമാണ്. നമുക്ക് നേരത്തെ അറിയാം വിജയകുമാർ, നാട്ടുകാർക്ക് അർജുനെ കുറിച്ച് പറയാനുള്ളത് വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിൻ്റെ നെടുംതൂണാണ്. ഒരുപക്ഷെ ഈ വീട് ഈ കുടുംബത്തെയും അർജുൻ്റെ കൈവെള്ളയിലാണ് അർജുൻ കൊണ്ട് നടന്നിരുന്നത്. 20ാമത്തെ വയസ്സിൽ ഈ വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ അർജുൻ്റെ വിയോഗം എന്നത് നാട്ടുകാർ പറയുന്നത് ഈ വീടിൻ്റെ അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അർജുൻ്റെ ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതാണ്. മറ്റൊരു സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി അർജുൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അർജുൻ അച്ഛനോട് അവസാനമായി പറഞ്ഞത്, വീട് പെയിൻറ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ തിരികെ വന്നിട്ട് ആ പെയിൻറ്റിംഗ് ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം എന്ന് അച്ഛനോട് പറഞ്ഞിട്ടാണ് അർജുൻ ഇറങ്ങിയത്. അപ്പോൾ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള, വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള സഹായവും അതേപോലെ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരാളായിരുന്നു അർജുൻ. അപ്പോൾ അർജുൻ ആ അർത്ഥത്തിൽ അർജുൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നതും ഈ കുടുംബത്തെ സംബന്ധിച്ച് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഈ തിരച്ചിലിൻ്റെ ഘട്ടങ്ങളിലൊക്കെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവർ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അവർ ഈ തിരച്ചിൽ ആരുടെയൊക്കെ സഹായം വേണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ സമയത്ത് കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തെ ഒരു വേദനയായി, കടുത്ത വേദനയായി അത് അവരുടെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ അവരുടെ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ അടുത്തുള്ളതാണോ? തൊട്ടടുത്താണോ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പുതിയ വിവരം, ജിതിനിപ്പം കാർവാർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ബോഡി ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ജിതിനോട് കാർവാർ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഈ DNA പരിശോധനയുടെ കാര്യത്തിൽ ജിതിൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അതിലെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? DNA പരിശോധന ജിതിൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാന്നുള്ളതാണ് ഒരു കുടുംബമായിട്ട് ആലോചിച്ചും പറഞ്ഞു.